എല്ലാവർക്കും പുതിയൊരു റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ ഞാൻ എൻ്റെ അടുക്കളയിൽ നിന്ന് ചെയ്യുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ ത്രിവർണ്ണ പുട്ടാണ്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങളും എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി ഊറ്റി വെച്ചിരിക്കുകയാണ്, വെള്ളമൊന്നുമില്ല. അപ്പോൾ കുതിർത്ത് വെക്കണ്ട, നേരെ കഴുകുക, എന്നിട്ട് നമ്മൾ അരിപ്പയിലിട്ടിട്ട് ഊറ്റുക. പച്ചരിയാണ്, ആവശ്യത്തിനുള്ളത് എടുത്ത് വെക്കുക. പിന്നെ വേണ്ടത് ക്യാരറ്റാണ്, പാലക്കുമാണ്. പാലക്ക് ഒരു പിടിയോളം ഉണ്ട്, ക്യാരറ്റ് ഒരു 3 എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുത്ത് വെക്കാം. ക്യാരറ്റ് ഒന്ന് ഞാൻ പുഴുങ്ങി വെക്കുന്നുണ്ട്, വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പുഴുങ്ങി എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ പച്ചരി ഒന്ന് ആവി കയറ്റാൻ പോവുകയാണ്. നമ്മൾ പുട്ടുകുറ്റി തന്നെയാണ് ചെയ്യുന്നത്. അതിലേക്ക് എണ്ണയോ ഓയിലോ എന്തെങ്കിലും ഒന്ന് തേച്ചിട്ട് അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എണ്ണ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പുട്ടിന് നല്ല വൈറ്റ് കളർ വേണം വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ പച്ചരി എടുക്കുന്നത്. എൻ്റെ അടുത്ത് പാക്കറ്റ് പൗഡർ ആകുമ്പം അത്ര ഒരു വൈറ്റ് കളർ കിട്ടാറില്ല, അതുകൊണ്ട് ഈ ഒരു രീതിയിലാണ് ഞാനിപ്പം പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനെ ആവി കയറ്റി ജസ്റ്റ് ഒന്ന് ആവി കയറിയാൽ മതി. അതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കുത്തി വെക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുക്കുക, ഒന്ന് ഉടച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അതിൻ്റെ ചൂട് ഒന്ന് പോയതിന് ശേഷം നമുക്ക് മിക്സി ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയിട്ട് ഉണങ്ങി പോകരുത്, അങ്ങനെയാകുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ചെറിയൊരു നനവോട് കൂടി തന്നെ നമുക്ക് ഇത് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ തരിയായിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് വറക്കൊന്നും വേണ്ട കേട്ടോ, നേരിട്ട് നമുക്ക് ഇതിനകത്ത് ഉപ്പൊക്കെ ചേർത്തിട്ട് പുട്ടുണ്ടാക്കാം. ഇനി വേണമെങ്കിൽ ഒന്നും കൂടെ ഫൈനായിട്ട് പൊടിക്കും ചെയ്യാം. ഇനി ചെയ്യേണ്ടത് പാലക്കൊന്ന് വേവിച്ചെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്, അതിലേക്ക് പാലക്ക് ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അത് കളറൊന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം തണുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. ഒരു 1-2 സ്പൂൺ വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ പാലക്ക് ഞാൻ അരച്ചതാണ്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുക്കണേ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ ജാറ് കഴുകിയ കുറച്ച് വെള്ളമുണ്ട്, തേങ്ങ ചിരവിയതെടുത്തിട്ട് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് പാലക്കിൻ്റെ ആ ഒരു പേസ്റ്റ് കൂടെ ചേർത്ത് ആ തേങ്ങനെ ഒന്ന് കളർ മാറ്റിയെടുക്കാം, കുറച്ച് ഗ്രീൻ കളർ ആക്കിയെടുക്കാം. അപ്പോൾ വെള്ളം കൂടി പോകാതെ നോക്കണം കേട്ടോ നമ്മളെപ്പോഴും ഇത് അരച്ചെടുക്കുമ്പോൾ. പിന്നെ ഞാൻ ക്യാരറ്റ് പുഴുങ്ങിയിട്ടാണ് കേട്ടോ അരച്ചത്, പച്ചയ്ക്കല്ല പുഴുങ്ങി അരച്ചിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗ്രേറ്റ് ചെയ്തതും ഉണ്ട്. നമുക്ക് ഗ്രേറ്റ് ചെയ്തതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇത്രയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പുട്ടിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് ഞാൻ, കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ചതിൽ നിന്ന് അതിൽ കുറച്ച് ഉപ്പും അതുപോലെ ക്യാരറ്റിൻ്റെ ആ ഒരു പേസ്റ്റും കുറച്ച് ചീകിയ ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് പൊടി തിരുമ്മിയെടുക്കുക, നമ്മുടെ പുട്ടിൻ്റെ പാകം. അപ്പോൾ ഇതിലേക്ക് എനിക്ക് അധികം വെള്ളം ആവശ്യം വന്നിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പുട്ടുപൊടിയൊക്കെ ആണെങ്കിലാണ് വെള്ളം കൂടുതൽ വേണ്ടി വരിക. അപ്പോൾ അടുത്തൊരു കളർ കൂടെ റെഡിയാക്കുകയാണ്. പാലക്കും അരിയും ഉപ്പും ഇട്ടിട്ട് സെയിം തന്നെ നന്നായിട്ടൊന്ന് നമുക്ക് എത്ര കളർ വേണോ അതനുസരിച്ച് നമുക്ക് ഈ ഒരു പേസ്റ്റ് ആഡ് ചെയ്തിട്ട് കളർ കൂട്ടിയെടുക്കാം. അപ്പോൾ ഇത്രയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പം ചിരട്ടപ്പുട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പുട്ടുകുറ്റിയിലോ എല്ലാം ചെയ്യാൻ പറ്റും. ഇതേപോലെ ആദ്യം തന്നെ നമ്മൾ ഓറഞ്ച് കളറാണ് ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണേ ഓരോ ലെയറിലും. അതിനുശേഷം വൈറ്റ് ഒരു കളർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം തന്നെ ഏറ്റവും മുകളിലായിട്ട് പച്ച കളറ്, നമ്മുടെ ഗ്രീൻ കളറ് അതുകൂടെ ചേർത്ത് നമ്മുടെ ഏറ്റവും മുകളിൽ തന്നെ തേങ്ങയുടെ പച്ച കൂട്ടും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുക്കുന്നത് പുട്ടുകുറ്റിയിലാണ്. ഇതിൻ്റെ അകത്തേക്ക് ആദ്യം തന്നെ ക്യാരറ്റും തേങ്ങയും കൂടെയുള്ള മിക്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മീതെ അരി ചേർത്തിട്ടുള്ള നമ്മുടെ ക്യാരറ്റിൻ്റെ മിക്സ്, പിന്നെ ചേർക്കുന്നത് വൈറ്റാണ്, നമ്മുടെ തേങ്ങയും പിന്നെ സാദാ പുട്ടുപൊടിയും. ഏറ്റവും മീതെയായിട്ട് നമുക്ക് പാലക്കിൻ്റെ ആ ഒരു പുട്ടിൻ്റെ മിക്സും അതുപോലെ തന്നെ തേങ്ങയും ഏറ്റവും മുകളിലായിട്ട് അതിൻ്റെ ഒരു തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് അതിനെ കവർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു പുട്ടിൻ്റെ ലെയറിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ കളറൊന്നും ചേഞ്ച് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക. അപ്പോൾ ആദ്യത്തെ പുട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് പച്ച കളറിന് കുറച്ചൊരു മങ്ങലുണ്ടായിരിക്കും, അത് ആവി കയറ്റുന്നത് കൊണ്ട് തന്നെ നല്ല ഡാർക്ക് അല്ല ഉണ്ടാവുക. പിന്നെ അതുപോലെ രണ്ടാമത്തെ പുട്ട് അതും റെഡി ആയിട്ടുണ്ട്. പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, ഒരു വ്യത്യസ്തത തോന്നും നമുക്കത് കഴിക്കുമ്പോഴും കാണുമ്പോഴും ഒക്കെ.
ഇത് നമ്മുടെ മൂന്നാമത്തെ പുട്ടാണ്. ഇതേ ഈ ഒരു രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 3 രീതിയിലുള്ള പുട്ടാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്, ത്രിവർണ്ണ പുട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒന്ന് രസമായിരിക്കും, അവർക്ക് കാണുമ്പോഴും കഴിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേകത തന്നെയായിരിക്കും. ഇതിൽ പച്ചയ്ക്കൊന്നും ആ ഒരു പ്രത്യേക ടേസ്റ്റ് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ക്യാരറ്റിന് ചെറിയൊരു സ്വീറ്റ് ഉണ്ടായിരിക്കും, എന്നാലും രുചി വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ പച്ചരി നമുക്ക് വാങ്ങിക്കുന്ന പുട്ടുപൊടി തന്നെ എടുത്താൽ മതി. ഞാനിത് നല്ലൊരു വൈറ്റ് കളർ വേണ്ടിയിട്ടാണ് ഞാനീ പച്ചരി വെച്ചിട്ട് തന്നെ ഡയറക്റ്റായിട്ട് എല്ലാം ആവി കയറ്റി പൊടിച്ചൊക്കെ എടുത്തത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.